നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. CPIM സംസ്ഥാന പ്ലീനത്തിന് പാലക്കാട് തുടക്കമായി. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ തീരുമാനം. ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകിയ നടപടി മന്ത്രിസഭായോഗം റദ്ദു ചെയ്തു. മുൻമന്ത്രി എളമരം കരീമിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ പതക്കം നേടിയ എവിൻ റിച്ചാർഡിന് അനുമോദനങ്ങളുടെ പ്രവാഹം. ദേശീയ മീറ്റിൽ സ്വർണം നേടുകയാണ് ലക്ഷ്യമെന്ന് എവിൻ. റാന്നി പഞ്ചായത്തിലെ 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം. തെക്കേപ്പുറം വാസുദേവനെ വീണ്ടും തെരഞ്ഞെടുത്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPIM സംസ്ഥാന പ്ലീനത്തിന് പാലക്കാട് തുടക്കമായി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ പതാക ഉയർത്തിയതോടെയാണ് പ്ലീനത്തിന് തുടക്കമായത്. പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് രാഷ്ട്രീയമായി കരുത്താർജിക്കുകയാണ് പ്ലീനത്തിന്റെ ലക്ഷ്യം. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്ലീനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നേതാക്കൾ ജനങ്ങളോട് വിധേയത്വം ഉള്ളവരായിരിക്കണമെന്നും പ്രകാശ് കാരാട്ട് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഓരോ പാർട്ടി പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാവണം ജീവിക്കേണ്ടത്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് ആത്മാർത്ഥതയോടെയാവണമെന്നും കാരാട്ട് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ സംസ്ഥാനാംഗങ്ങളായ S. രാമചന്ദ്രൻ പിള്ള, സീതാറാം യെച്ചൂരി എന്നിവരും 3 ദിവസത്തെ പ്ലീനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രാഞ്ച് തലം മുതൽ പാർട്ടി ഘടകങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്ലീനത്തിൽ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത്. പാർട്ടിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ, കച്ചവടങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ എന്നിവയും നിലനിൽക്കുന്നുണ്ടെന്ന് പ്ലീനത്തിൽ അവതരിപ്പിക്കുന്ന രേഖയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോഴിക്കോട് കൊയിലാണ്ടി ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിര് ഖനനത്തിന് നൽകിയ അനുമതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനുമതി നൽകിയതിൽ നിയമലംഘനം ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്നും വ്യവസായ മന്ത്രി ആവശ്യം ഉന്നയിച്ചു. അനുമതി LDF മന്ത്രിസഭയുടെ കാലത്താണ് നൽകിയതെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. നേരത്തെ ചക്കിട്ടപ്പാറയിൽ ഖനനാനുമതി റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് തീരുമാനിച്ചിരുന്നു. ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിര് ഖനനത്തിന് ബെല്ലാരിയിലെ ഖനിരാജാക്കന്മാരായ MSPL 2009 കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. പശ്ചിമഘട്ട മലനിരകളിൽ പെടുന്ന പരിസ്ഥിതി ദുർബല പ്രദേശമാണ് ചക്കിട്ടപ്പാറ. ഈ പ്രദേശത്തെ 406.45 ഹെക്ടർ ഭൂമി പാട്ടത്തിന് MSPLന് നൽകിയിരുന്നു. ചക്കിട്ടപ്പാറയിലെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം പരസ്പരം ചുമത്തുകയാണ് LDFും UDFും ഇപ്പോൾ ചെയ്യുന്നത്. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ദ്വിദിന ശില്പശാല നടത്തുന്നു. നൂതന സാങ്കേതിക വിദ്യകളെപ്പറ്റിയും ഉപരിപഠനം, തൊഴിൽ സാധ്യതകളെപ്പറ്റിയും പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നതാണ്. വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളും വിദ്യാർത്ഥികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ശില്പശാല കോളേജ് മാനേജർ ഷെവലിയർ പ്രൊഫസർ പ്രസാദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജില്ലയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ചുഴന വാളക്കുഴി മേലേപുരയിടത്തിൽ വീട്ടിൽ എവിൻ റിച്ചാർഡ് എന്ന 8ാം ക്ലാസ്സുകാരൻ. സമ്മർദ്ദങ്ങളില്ലാതെ എവിൻ സബ് ജൂനിയർ ലോങ് ജമ്പിൽ സ്വർണം നേടിയപ്പോൾ അത് ജില്ലയുടെ മുഴുവൻ നേട്ടമായി. പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നേടിയ ഈ സ്വർണ്ണ തിളക്കത്തിന് മാറ്റ് ഏറെയാണ്. 2642 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 11 ലക്ഷത്തിൽ പരം വരുന്ന ജനതയുടെ അഭിമാനമായി മാറിയ എവിൻ റിച്ചാർഡ് സജി, നിനക്ക് ഞങ്ങളുടെ ഹൃദയം തുറന്നുള്ള അഭിനന്ദനവും സ്നേഹവും ആദ്യമേ അറിയിക്കട്ടെ. എവിൻ, നീ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി വളർന്നു കഴിഞ്ഞു. ഇനിയും നിന്റെ ഓരോ കുതിപ്പിലും ഞങ്ങളുടെയെല്ലാം നിരന്തരമായ പ്രാർത്ഥനകളും ആശംസകളും നിനക്കൊപ്പം ഉണ്ടായിരിക്കും. എവിൻ റിച്ചാർഡ് സജി, മേലേപുരയിടം, ചുഴന വാളക്കുഴി. ഇനി
ഈ പേരും വിലാസവും വരുംകാലത്തിൽ കായിക കേരളത്തിൻ്റെ ഭൂപടത്തിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യും. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ലോങ് ജമ്പിൽ 6.20 മീറ്റർ ചാടിക്കടന്ന് സ്വർണ്ണപ്പതക്കം നേടിയപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. 2009 സീതത്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീന എലിസബത്ത് ബേബി നേടിയ സ്വർണത്തിന് ശേഷം ഇതാദ്യമാണ് എവിനിലൂടെ വീണ്ടും ജില്ലയ്ക്ക് ഒരു സ്വർണ്ണപ്പതക്കം കൈവരുന്നത്. ഈ മികച്ച നേട്ടം കൈവരിച്ചതിൽ സിറ്റി ടിവിയുടെ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഈ കായികമേളയിൽ ഒരു സ്വർണ്ണ മെഡൽ എവിൻ പ്രതീക്ഷിച്ചിരുന്നു? ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ കോച്ചസ് എല്ലാവരും, എൻ്റെ അച്ഛനമ്മയും എല്ലാവരും നന്നായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി നേട്ടം കൊയ്ത ഈ കൊച്ചുമിടുക്കൻ്റെ പിന്നിട്ട വഴിയിലേക്ക്. കോന്നി തേക്കുതോട് എബനേസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5ാം തരത്തിൽ ചേർന്ന അവസരം. സ്കൂളിൽ അതുവരെ കായിക രംഗത്ത് മുടിചൂടാമനായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ലോങ് ജമ്പിൽ കസർന്നത് കണ്ട് സഹപാഠികൾ എവിനോട് വെറുതെ ഒന്ന് ചോദിച്ചു, ഇവൻ ചാടിയതുപോലെ നിനക്കൊന്ന് ചാടാമോ? രണ്ടിലൊന്നും ആലോചിക്കാതെ എവിൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തൻ്റെ സഹപാഠി ചാടിയതിനും ഏറെ അപ്പുറം എവിൻ ചാടി. തേക്കുതോട് സ്കൂളിൽ പഠിക്കുമ്പോഴാണല്ലോ ആദ്യം ഇങ്ങനെ അറിയുന്നത്. അവിടെ ചെന്നപ്പം അവിടുത്തെ ഒരു കുട്ടി മുതലാണ് എനിക്ക് സ്പോർട്സിലേക്ക് കടന്നെല്ലാം ചിന്തിച്ചത്. ആ കഥയെന്ന് വെച്ചാൽ അവൻ്റെ പേര് സോബിൻ സാം എന്നാണ്. അവൻ അവിടുത്തെ സ്കൂളിൽ നല്ല സ്റ്റാർ. അപ്പോൾ എനിക്കൊരു എനിക്കൊരു സ്റ്റാറായ കൊള്ളാമെന്നുണ്ട്. ആ കാരണം മുഖാന്തരം അവനെ സ്പോർട്സിലൂടെ തന്നെ തിളയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സ്പോർട്സിലേക്ക് രംഗത്തേക്ക് ഇറങ്ങിയത്. ആ ചാട്ടം എവിൻ തുടർന്നുകൊണ്ടേയിരുന്നു. സ്കൂൾ, സബ് ജില്ല, ജില്ല, ഇതാ ഇപ്പോൾ സംസ്ഥാന തലത്തിലും. ആ ചാട്ടത്തിൽ ദേശീയ മീറ്റ് റെക്കോർഡിനുമൊപ്പം എത്തി സ്വർണവും കൊയ്തു. തേക്കുതോട് എബനേസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകൻ റെജിയാണ് എവിൻ്റെ കഴിവുകളെ ആദ്യം തിരിച്ചറിഞ്ഞത്. റെജിക്കൊപ്പം പോലീസ് ട്രെയിനർ കൂടിയായ ചാണ്ടിയും എവിൻ്റെ കഴിവുകളെ തേച്ചുമിനുക്കി. ഈ തേക്കുതോടിൽ പത്തനംതിട്ട സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനായി വന്നതായിട്ട് പറയുന്നു. ചാണ്ടി എന്ന് പറഞ്ഞ ഒരു കോച്ചിൻ്റെ ശിക്ഷണമൊക്കെ എവിനെ ഈ രൂപത്തിലാക്കിയെടുക്കാൻ വളരെയധികം സഹായിച്ചെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം അതിനകത്ത് എവിനെ സഹായിച്ചിട്ടുണ്ട്? എന്നെ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ കോച്ചിങ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് സെൻറ് ജോൺസിലേക്ക് വിട്ടത്. തേക്കുതോട്ടിൽ നിന്ന് ദിവസവും രാവിലെ പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനായുള്ള യാത്ര. സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിഞ്ഞ സമയം. സുവിശേഷ പ്രവർത്തകനായ പിതാവ് സജിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിത്യേന 100 രൂപ ഓട്ടോ കൂലി കൊടുത്ത് പത്തനംതിട്ടയിൽ എത്തുക എന്നത്. പക്ഷേ മകന് വേണ്ടി ആ പിതാവ് എന്തിനും തയ്യാറായിരുന്നു. റെജിയുടെയും ചാണ്ടിയുടെയും മികച്ച പരിശീലനത്തിനിടയിൽ എവിൻ ജില്ലാതലം വരെ മികച്ച നേട്ടങ്ങൾ കൊയ്തു. തുടർന്ന് മികച്ച പരിശീലനവും പഠനവും തുടരുവാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇരുവരും എവിനെ ഇരവിയൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ കായികാധ്യാപകൻ അനീഷ് തോമസിന്റെ പക്കൽ ഏൽപ്പിച്ചു. റെജിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് അനീഷ് തോമസ്. അതിലെത്രമാത്രം ഇപ്പോഴത്തെ കോച്ച് എവിനെ സഹായിച്ചിട്ടുണ്ട്? നന്നായി സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് 100 മീറ്റർ നയലിൻ്റെ സ്റ്റാർട്ടിങ്, പിന്നെ ലോങ് ജമ്പിൻ്റെ കുതിപ്പ് എല്ലാം സാർ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. തേക്കുതോട്ടിൽ നിന്നും എവിൻ്റെ കുടുംബം സഹോദരൻ കൂടിയായ പാസ്റ്റർ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന തോമസ് മാത്യുവിൻ്റെ ചുഴലിലെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇവിടെ നിന്നും എവിൻ എന്നും രാവിലെ 5:30 മണിക്കുള്ള ബസ്സിന് കയറി ഇരവിപേരൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെത്തും. അവിടെ കഠിനമായ പരിശീലനം. മിക്ക ദിവസങ്ങളിലും 5:30ക്കുള്ള വണ്ടി എവിനെ ചതിക്കുകയും ചെയ്യും. അതിനാൽ കൂടെ പരിശീലനവും മുടങ്ങും. ഇത് ഒരു തലവേദനയായപ്പോഴാണ് എവിനെയും കൊണ്ട് അനീഷ് ചങ്ങനാശ്ശേരി SB കോളേജ് മൈതാനിയിൽ എത്തുന്നത്. അവിടുത്തെ മികച്ച സംവിധാനങ്ങൾ എവിൻ്റെ കഴിവുകളെ കൂടുതൽ മിഴിവുള്ളതാക്കി. എവിൻ്റെ തിളങ്ങുന്ന നേട്ടത്തിലെല്ലാം മറന്ന് മാതാപിതാക്കളായ സജിയും സുജിയും ഏക സഹോദരിയും സന്തോഷിക്കുമ്പോൾ പക്ഷേ ഒരു ദുഃഖം. സ്വന്തമായി ഇത്തിരി മണ്ണ്, അവിടെ ഒരു കൂര. ഇതാണ് അവരുടെ ദുഃഖം. പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ചിലവുള്ള കാര്യവുമായിരിക്കും. അതെങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറയാൻ ഞങ്ങൾ കഴിയത്തില്ല. തേക്കോട് അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കൊണ്ടുപോയി വരികയായിരുന്നു. മറ്റേ നമ്മുടെ റെജി സാറൊക്കെയാണ് കൂടുതലായും പ്രചോദനം നമുക്ക് നൽകി തന്ന്. അവർ വളരെ അധ്വാനിച്ചു പിന്നെ ഒന്ന് ഇതാക്കിയെടുക്കാൻ. അപ്പോൾ ഞങ്ങൾ പുറകെ നിന്നൊരു സപ്പോർട്ടായിട്ട് മാത്രമേ അധ്വാനിക്കാനുണ്ടായിരുന്നുള്ളൂ. അമ്മ എന്ന നിലയ്ക്ക് മോൻ്റെ വിജയത്തെ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ഒരമ്മയ്ക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സൗഭാഗ്യങ്ങളിലൊന്നാണെന്ന് ഞാനിത് വിശ്വസിക്കുന്നു. കാരണം ഒരു മാതൃത്വം പൂർണ്ണമാകുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിജയകരങ്ങൾ കാണുമ്പോഴാണല്ലോ. നിരവധി മെഡലുകൾ, ട്രോഫികൾ, സർട്ടിഫിക്കറ്റുകൾ, എത്രയോ സമ്മാനങ്ങൾ ഈ ചെറുപ്രായത്തിൽ എവിനെ തേടിയെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ തുടർന്നും പ്രാക്ടീസ് ചെയ്യണം. എനിക്കിനി ദേശീയ മീറ്റിൽ
പങ്കെടുക്കണം. ദേശീയ മീറ്റ് പങ്കെടുക്കാൻ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ കോച്ചിങ്ങിലൊക്കെ നീ ഉടനെ തന്നെ പോകുമായിരിക്കും. അവിടെ തന്നെ പോകും. അതെവിടെയാണ് കോച്ചിങ്? അവിടെ തന്നെ സാറിൻ്റെ കൂടെ. കലാരംഗത്തും എവിൻ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാസംഗികൻ, ചിത്രകാരൻ, ഗായകൻ എന്നീ നിലയിലെല്ലാം എവിൻ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയ്ക്കായി ഇവിടെയുള്ള 11 ലക്ഷത്തിൽ പരം ജനങ്ങളുടെ അഭിമാനമായി മാറിയ എവിൻ, നിനക്ക് നിന്റെ പ്രതിഭയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ എല്ലാം നമസ്കാരം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച തെക്കേപ്പുറം വാസുദേവന് 153 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFിലെ മന്ദിരം രവീന്ദ്രനെയാണ് തെക്കേപ്പുറം വാസുദേവൻ പരാജയപ്പെടുത്തിയത്. റാന്നി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തെക്കേപ്പുറം വാസുദേവൻ 153 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി മികച്ച വിജയം കൈവരിച്ചു. LDFിലെ മന്ദിരം രവീന്ദ്രനെയാണ് തെക്കേപ്പുറം വാസുദേവൻ പരാജയപ്പെടുത്തിയത്. ആകെ പോൾ ചെയ്ത 619 വോട്ടിൽ തെക്കേപ്പുറം വാസുദേവന് 315 വോട്ടുകൾ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത സ്ഥാനാർത്ഥി മന്ദിരം രവീന്ദ്രന് 162 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. BJP പിന്തുണയോടെ മത്സരിച്ച രാജുവിന് 54 വോട്ടും സ്വതന്ത്രനായി മത്സരിച്ച രാജിന് 88 വോട്ടുകളും നേടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തെക്കേപ്പുറം വാസുദേവന് UDFിന്റെ വകയായി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ചരിത്രമുറങ്ങുന്ന റാന്നി മണ്ണിലൂടെ, ചരിത്രത്തിന് സാക്ഷിയായ റാന്നി പാലത്തിലൂടെ ഇതാ UDFിന്റെ കൊടി പാലിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഏഴോലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെ ഏഴോലി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് അഖില കേരള വോളിബോൾ ടൂർണമെന്റ് നടത്തപ്പെടുന്നു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം പാണ്ഡ്യത്ത് നിർവഹിക്കും. സമാപന സമ്മേളനം 29-ാം തീയതി 8:30 ആന്റണി MP നിർവഹിക്കും. രാജു എബ്രഹാം MLA ട്രോഫികൾ വിതരണം ചെയ്യും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. തനത് പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങൾ ലഭിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ നിലവിൽ വരുന്നു. കുടുംബശ്രീയുടെ അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റും വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും സംയുക്ത സംരംഭമാണ് കുടുംബശ്രീ ഭക്ഷ്യ കേന്ദ്രങ്ങൾ. തനതു പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങൾ തനതു രീതിയിൽ പാചകം ചെയ്ത് ഭക്ഷിക്കുവാൻ ഇനി പത്തനംതിട്ട ജില്ലക്കാർക്ക് അവസരമൊരുങ്ങുന്നു. കോയിപ്പുറം, പുറമറ്റം, കവിയൂർ പഞ്ചായത്തുകളിലെ 8 കുടുംബശ്രീ യൂണിറ്റുകളാണ് തനി നാടൻ രുചിക്കൂട്ടുകളുമായി എത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള 41 അംഗങ്ങളുടെ പരിശീലന പരിപാടികൾ ആരംഭിച്ചു. പരിശീലനം പൂർത്തിയായി കഴിഞ്ഞാൽ TK റോഡിൽ കറ്റോട്, ഇരവിപേരൂർ, പുല്ലാട് എന്നിവിടങ്ങളിലും വെണ്ണിക്കുളം, പുറമറ്റം എന്നിവിടങ്ങളിലും കുടുംബശ്രീ ഭക്ഷ്യ കേന്ദ്രങ്ങൾ തുറക്കും. ഇതിനു മുന്നോടിയായി കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാരമ്പര്യ ഭക്ഷ്യവിഭവങ്ങളുടെയും അവ തയ്യാറാക്കുന്ന രീതികളെക്കുറിച്ചുമുള്ള പ്രദർശനവും തെള്ളിയൂരിൽ നടന്നു. കുടുംബശ്രീയുടെ അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റാണ് ഇതിന് ആവശ്യമായ പരിശീലനം നൽകുന്നത്. ഫ്രീസർ ഉപയോഗിക്കാത്ത അടുക്കള എന്ന പ്രത്യേകതയും ഈ ഭക്ഷ്യകേന്ദ്രങ്ങൾക്കുണ്ട്. നാടൻ കപ്പപ്പുഴുക്കും ചെണ്ടമുറിയനും കാന്താരി ചമ്മന്തിയും മൺചട്ടിയിൽ വേവിച്ച മീൻകറിയും ചേന ചേർത്ത ഇറച്ചിക്കറിയും ചേന, ചേമ്പ് എന്നിവ കൊണ്ടുള്ള പലതരം വിഭവങ്ങളും നാടൻ പുട്ട്, നാടൻ ബിരിയാണി, അട എന്നിവയും വിവിധതരം ഇലക്കറികളും ഇവിടെ ആവശ്യക്കാർക്ക് ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കിയ ഓരോ അംഗത്തിനും കുടുംബശ്രീ മിഷന്റെ 10,000 രൂപയും ബാങ്ക് വായ്പയായി 10,000 രൂപയും ഭക്ഷ്യകേന്ദ്രങ്ങൾ തുടങ്ങുവാനുള്ള മൂലധനമായി ലഭിക്കും. സിറ്റി ന്യൂസ്, റാന്നി. കുമ്പളംതാനം സെന്റ് മേരീസ് VHSCയിലെ കുട്ടികൾ തങ്ങളുടെ സഹപാഠിയായ 5ാം തരത്തിൽ പഠിക്കുന്ന ഷീന ഷാജിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോശാമ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂസി എബ്രഹാം, പ്രകാശ് P സാം, സ്കൂൾ മാനേജർ സരസു ജോർജ്, PTA പ്രസിഡന്റ് രാജു ജോൺ, VHSC PTA കൺവീനർ PV വർഗീസ് എന്നിവർ പങ്കെടുത്തു. വയോധികനായ KM തോമസ് കാവുങ്കലാണ് ശിലാസ്ഥാപനത്തിലുള്ള ശില രാജു എബ്രഹാം MLAക്ക് കൈമാറിയത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അക്ഷയ നറുക്കെടുപ്പിൽ റാന്നി ഇട്ടിയപ്പാറ കേരള ലക്കി സെന്ററിൽ നിന്നും
വിറ്റ ലോട്ടറി ടിക്കറ്റ് നമ്പർ AB 609666 25 ലക്ഷവും 25 പവനും ഒന്നാം സമ്മാനം ലഭിച്ചതായി കേരള ലക്കി സെന്റർ ഉടമകൾ അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരിയിൽ വെണ്ണിക്കുളത്ത് നടക്കും. ഇത് സംബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണം ഡിസംബർ 3 2 മണിക്ക് വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് റാന്നി താലൂക്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കി. ഫോൺ നമ്പർ 0435227442 നഷ്ടപ്പെട്ടു. LIC സർട്ടിഫിക്കറ്റ്, പേപ്പേഴ്സ് അടങ്ങിയ ഫയൽ പൂവമ്മല ജംഗ്ഷനിൽ വെച്ച് ഓട്ടോയിൽ നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 9747088364 എന്ന ഫോൺ നമ്പറിലോ മോളി സജി, കോളാകോട്ട് വീട്, പൂവന്മല എന്ന വിലാസത്തിലോ ബന്ധപ്പെടണം. നിര്യാതയായി. റാന്നി വെല്ലിപ്പള്ളി മുൻ ശുശ്രൂഷകനായിരുന്ന അങ്ങാടി തുണ്ടിപ്പറമ്പിൽ തുണ്ടത്തിൽ പരേതനായ അവറാച്ചന്റെ ഭാര്യ ചിന്നമ്മ ഏബ്രഹാം അമേരിക്കയിൽ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം 30-ാം തീയതി ശനിയാഴ്ച അമേരിക്കയിലെ ക്ലിപ്റ്റൺ സെന്റ് തോമസ് ജ്ഞാനായപ്പള്ളിയിൽ നടക്കും. പരേത വെണ്ണിക്കുളം പാട്ടമ്പലത്തെ കുടുംബാംഗമാണ്. ഏബ്രഹാം മാത്യു, ലീലാമ്മ, ഗ്രേസി, സാലമ്മ, ലൗലി എന്നിവർ മക്കളാണ്. മുൻകാല കോൺഗ്രസ് നേതാവായിരുന്ന റാന്നി വലിയകാലായിൽ VK രാഘവൻ, ഞണ്ടുതൊട്ടിൽ അമ്മാവൻ നിര്യാതനായി. 102 വയസ്സായിരുന്നു. സംസ്കാരം 28-ാം തീയതി വ്യാഴാഴ്ച 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്ലാങ്കമൺ കോണ്ടോത്തറയിൽ കുടുംബാംഗം പരേതയായ പങ്കജാക്ഷി അമ്മയാണ് ഭാര്യ. സദാശിവൻ, വിലാസിനി, പരേതനായ ജയകുമാർ, ലോലമ്മ, റോസമ്മ, സുരേന്ദ്രൻ, സുജാത, അജന്തവല്ലി എന്നിവർ മക്കളും. യശോധര, വാസു, രാജൻ, സുലോചന, ഓമന, സുരേഷ്, മണി, പരേതനായ സോമൻ എന്നിവർ മരുമക്കളുമാണ്. റാന്നി ചെങ്ങളത്ത് പരേതനായ കുഞ്ഞുഞ്ഞിന്റെ മകൻ റോയി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം 29-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. മഴുക്കീർ ചെറുകാട്ടൂർ കുടുംബാംഗം ബിന്നിയാണ് ഭാര്യ. റോണി, രാഖി എന്നിവർ മക്കളും. ശാലു, ടിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPIM സംസ്ഥാന പ്ലീനത്തിന് പാലക്കാട് തുടക്കമായി. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ തീരുമാനം. ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകിയ നടപടി മന്ത്രിസഭായോഗം റദ്ദു ചെയ്തു. മുൻമന്ത്രി എളമരം കരീമിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജില്ലയ്ക്ക് വേണ്ടി സ്വർണ്ണ പതക്കം നേടിയ എവിൻ റിച്ചാർഡിന് അനുമോദനങ്ങളുടെ പ്രവാഹം. ദേശീയ മീറ്റിൽ സ്വർണം നേടുകയാണ് ലക്ഷ്യമെന്ന എവിൻ. റാന്നി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയം. തെക്കേപ്പുറം വാസുദേവനെ വീണ്ടും തെരഞ്ഞെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.